ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ബോംബെയിൽ നിന്നും പവനായെ വരുത്തുക. ഔറംഗസീബുണ്ട്, ഇതിന്റെ ഭാഗവുമാകുന്ന പശ്ചാത്തലമുണ്ട്. ഔറംഗസേബ് കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട കൊട്ടേഷൻ സംഘാംഗമാണ്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഔറംഗസീബ് താങ്കളെ ഈ ചർച്ചയിലേക്ക് വിളിക്കാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകി. ഈ താങ്കൾ ചില കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി പല അവസരങ്ങളിലും. ഇതെങ്ങനെയാണ് ഇത്തരം ഒരു മനോഭാവത്തിലേക്ക് നിങ്ങളെപ്പോലുള്ള ആൾ എത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. പൊന്നാനിയ പാക്കി എത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തം വന്ന് കത്തിപ്പുറത്ത് വീണതാ. അത് ആളുകളെല്ലാം കൂടി ഞാൻ കത്തിയോണ്ട് ഉത്തിനാക്കി മാറ്റി. എന്നെ പോലീസ് പിടിച്ചോണ്ടേ. അതിനുശേഷം എന്നെ കാണുമ്പോ ആളുകൾ വെറുതെ പേടിക്കാന്ന്. ഇതിൽ ശരിക്കും പറഞ്ഞ സാഹചര്യങ്ങൾ കൊണ്ട് പെട്ടുപോയതാണ്. ഒരു ചെറിയൊരു കേസിൽ പെട്ടതിന് ശേഷമാണ് ഓൾറെഡി പിന്നീട് അടുത്തൊരു വിഷയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലീസ് ആദ്യം വീട്ടിൽ വരിക. അതിപ്പോ ഈ നാട്ടിലും അങ്ങനെ തന്നെയാ. മോഷണം നടന്ന കള്ളന്മാരെ സ്റ്റേഷനിൽ വിളിപ്പിക്കും, ചോദ്യം ചെയ്യും, പക്കനിട്ടുണ്ട് കുത്തും. അതിലിപ്പോ എന്താ എത്ര കാര്യം? എല്ലാവരും മുമ്പിൽ ഗുണ്ടായസം എന്നുള്ളൊരു കേസ് വരുന്നു. പിന്നെ നമ്മൾ ഇതല്ലാണ്ട് വേറൊരു ഫീൽഡിലേക്ക് പോകാൻ, വേറെ ജോലിക്ക് പോകാനായിട്ട് നമുക്ക് പറ്റില്ല. ആഗ്രഹം ഇല്ലാണ്ടല്ല സുഖേട്ടാ, എനിക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്. എന്തെങ്കിലും ഒരു പണിയെടുത്ത അപ്പ വേർക്കും. അതായത് പോലീസിൽ വിശ്വാസം ഇല്ലാത്ത പല ആളുകളും നിങ്ങളെ വിളിക്കുന്നല്ലേ കൊട്ടേഷൻ നടത്താൻ വേണ്ടി. നീ എന്താ പറഞ്ഞത്? അല്ല അമ്മച്ചി എന്താ ചോദിച്ചത്? അതാദ്യം പറ. എടാ കുറിച്ച് കേട്ടോനെ, നീ എന്റെ ചാരിത്രത്തെ പറ്റി ചോദ്യം ചെയ്യാ? വിളിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം പല കാര്യങ്ങളും വിളിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിശദീകരിക്കണോ? ചെയ്തു കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങളും. കിടക്കാണ്. കിടന്നു കഴിഞ്ഞിട്ട് അത് ഇത്ര സമയം കൊണ്ട് ജാമ്യം കിട്ടി നമ്മൾ പുറത്തിറക്കും വീണ്ടും. ഇങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. സർക്കാർ തരുന്ന ശമ്പളം മേടിച്ച് ഉരുട്ടി വിളിക്കുന്നുണ്ടല്ലോ നീ. മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇമേജിനെ തന്നെ ബാധിക്കില്ല. പിന്നെ ഇപ്പൊ കൊട്ടക്കണക്കിന് ഇമേജ് അല്ലേ കൊണ്ട് തന്നിരിക്കുന്നത്. വളരെ മോശമായി പോയി കേട്ടോ. അതെ, ശരിയാക്കി തരാം. അതെങ്ങനെയാണ് അത് ഈ ഭീഷണിപ്പെടുത്തും അല്ലെ? ആദ്യം ഒന്ന് ഭീഷണിപ്പെടുത്തും, നടന്നില്ലെങ്കിൽ 2 തല്ല് കൊടുക്കും, പിന്നീട് മറ്റ് മാർഗങ്ങളിലേക്ക് പോകും. അങ്ങനെയാണ്. നിന്റെ ഒരു കാര്യം വർത്താനം എനിക്ക് പിടിക്കാത്തത്. ആളെ കുരങ്ങളിപ്പിക്കുന്ന ചോദ്യമല്ലേ ഇത്? ഉള്ള കാര്യങ്ങൾ ഭീഷണിപ്പെടുത്താൻ നടക്കൂലല്ലോ. ഭീഷണിപ്പെടുത്തേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ ഇന്ന കേസുകൾക്കൊക്കെ പെട്ടെന്ന് എല്ലാത്തിനും സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടാത്തവര് കിട്ടുന്നല്ല. സ്റ്റേഷനിലാണ് ഏറ്റവും മെയിൻ. ഈ പോലീസിന്റെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ പിന്തുണ എങ്ങനെയാണ് കൊട്ടേഷൻ സംഘാംഗങ്ങൾക്ക്? അവരൊക്കെ പല കാര്യങ്ങളും ഏൽപ്പിക്കാറുണ്ടോ? നീ ചുമ്മാ ഒരു തമാശ പറയാതെ. ഇത് വലിയ തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്കിപ്പോ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ അതില് കേസുപരമായിട്ട് ഇപ്പൊ അകത്ത് പോവുകയാണെങ്കിൽ സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ പാർട്ടിക്കാരെ കൊണ്ട് നമ്മൾ വിളിച്ച് പറയിപ്പിക്കാറുണ്ട്. അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെ, ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. നിനക്കൊരെല്ലു കൂടുതലാ. അതെയാ? തവണ ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് പോവുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ആരും ഗുണ്ടകളായിട്ട് ജനിക്കണമെന്നില്ല. എല്ലാവരും സാഹചര്യങ്ങൾ കൊണ്ട് ഇതിൽ വീണു പോകുന്ന ആൾക്കാർ തന്നെയാണ്. ആരുടെയും കുറ്റമല്ല, എല്ലാം എന്റെ വിധിയാ. സ്വല്പം നേരം കൂടെ അതിനകത്തിരുന്നെങ്കിൽ ചെകിട്ട താടി വരെ കിട്ടിയേനെ. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.